തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണ പ്രതികരണത്തിലേക്ക്. മനസ്സിലാക്കേണ്ടത് കേരളം ഇളകി മറിഞ്ഞ ഒരു കൊലപാതകമായിരുന്നു ശ്രീ ടി.പി. ചന്ദ്രശേഖരൻ്റെ വധിക്കുന്നതിന് വേണ്ടിയാണ് നടത്തിയത്. അതിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ഗുണ്ടകളുണ്ടായിരുന്നു, ബോംബെ കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഈ ഗുണ്ടാ സംഘം ഒരുമിച്ച് ചേർന്നാണ് മുഴക്കോടി മലയിൽ അവർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പോലീസ് അവരെ പിടിച്ചത്. പോലീസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുണ്ടാക്കിയ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അന്ന് ആ ഇൻവെസ്റ്റിഗേഷൻ്റെ നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഞാനിപ്പോഴും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യണം. ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അവരെല്ലാം നിരപരാധികളാണ് എന്ന് അന്നും CPM പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർന്നുള്ള അവരുടെ നിലപാടുകളിലും ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അതിനോട് കൃത്യതയോടുകൂടി തന്നെ അന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെടുത്ത നിലപാട് കറക്റ്റാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ പി മോഹനെ പക്ഷേ ആ ഒരു ആവശ്യം കോടതി നിരാകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തെ വിട്ടയച്ചത് ശരിയായി എന്നുള്ളൊരു നടപടിയാണ് ഇപ്പോൾ. ഇല്ല, കീഴ്ക്കോടതി തന്നെ പി മോഹനെ അന്ന് വിട്ടിരുന്നു. അതെ, അത് ശരി. അന്ന് പി മോഹനെ കീഴ്ക്കോടതി തന്നെ വിട്ടിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല. അത് ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ലത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കീഴ്ക്കോടതി അന്നും ശ്രീ പി മോഹനെ വിട്ടിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ, അന്ന് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ള ആളുകൾ, അന്ന് കോഴിക്കോട് സബ് ജയിലിലുണ്ടായിരുന്ന ആളുകൾ, ശിക്ഷയ്ക്ക് വിധേയരായിട്ടുള്ള ആളുകൾ, അവർ കാര്യമായി ഒരു വ്യത്യാസവും ഇല്ലാതെയാണല്ലോ ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ കീഴ്ക്കോടതിയുടെ വിധി പൂർണ്ണമായും ശരിയാണ് എന്ന് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ വിധിന്യായം വായിക്കാതെ തന്നെ എൻ്റെ ഒരു ചിന്ത. പക്ഷേ പി മോഹനൻ്റെ കാര്യം വരുമ്പോഴേക്ക് അതൊരു നിരാശപ്പെടുത്തുന്ന കാര്യമാണോ? പി മോഹനെ അന്നും വെറുതെ വിട്ടതാണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അത് ഹൈക്കോടതി പോയി, ഹൈക്കോടതിയും അത് കൺഫേം ചെയ്തു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നതേ ഇല്ല. സ്വാഭാവികമായിട്ടും ഞങ്ങളെടുത്ത പ്രൈം അക്യൂസ്ഡാരാണ്. ആ പ്രൈം അക്യൂസ്ഡാണ് ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതെല്ലാം. അതിനകത്തൊന്നും ഒരാളിന് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഒരാളിനെ പോലും കോടതി വെറുതെ വിട്ടിട്ടുമില്ല. ഇതിൻ്റെ അതൊരു രാഷ്ട്രീയമുണ്ടല്ലോ. CPM-ന്റെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോഴും അതിലേക്ക് കൃത്യമായി എത്താൻ അന്വേഷണത്തിന് സാധിച്ചു വരികയാണ്. അവരുടെ പ്രതികരണമാണ് ഈ നിമിഷം ഏറ്റവും പ്രധാനം. വിധിയിൽ കേട്ട് പൊട്ടിക്കരഞ്ഞു രമ എന്നാണ് അറിയുന്നത്. സന്തോഷമെന്ന പ്രതികരണവും ആദ്യഘട്ടത്തിലുണ്ട്.